ബിനീഷ് കൊടിയേരിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ഫെമ ലംഘന കേസിൽ കൊച്ചി ഓഫീസിലാണ് ബിനീഷിനെ ഇഡി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത്. ബിനീഷ് കൊടിയേരിക്ക് പങ്കാളിത്തമുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ട ഫെമ കേസുകളിലാണ് ചോദ്യം ചെയ്യലെന്ന് ഇഡി നേരത്തെ സൂചന നൽകിയിരുന്നു. ഉച്ചയോടെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ രാത്രി 8 മണിയോടെയാണ് പൂർത്തിയായത്. ചോദ്യം ചെയ്യലിന് ശേഷം ഇറങ്ങിയ ബിനീഷ് കേസിനെക്കുറിച്ചെല്ലാം ഇഡിയോട് ചോദിക്കുമെന്നാണ് പ്രതികരിച്ചത്. ചോദ്യം ചെയ്യലിനായി ബിനീഷ് കഴിഞ്ഞയാഴ്ച സമൻസ് നൽകിയിരുന്നുവെങ്കിലും ഹാജരായിരുന്നില്ല. ഇതിന് പിന്നാലെ രേഖകൾ ഇഡിക്ക് മുന്നിൽ ഹാജരാക്കിയതിനെ തുടർന്നാണ് ബിനീഷിനെ ഇഡി ചോദ്യം ചെയ്തത്. രാവിലെ 11 മണിയോടെ അഭിഭാഷകനോടൊപ്പമാണ് ബിനീഷ് ഇഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരായത്. മയക്കുമരുന്ന് കേസിൽ ബംഗളൂരുവിൽ അറസ്റ്റിലായപ്പോൾ ബിനീഷ് കൊടിയേരിയെ പ്രതിയാക്കി ഇഡി കേസെടുത്തിരുന്നു. ലഹരിമരുന്ന് കടത്ത് കേസിൽ 4ാം പ്രതിയാക്കിയാണ് കേസെടുത്തത്. അറസ്റ്റിലായ ബിനീഷ് 1 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ജാമ്യം ലഭിച്ചത്. ലഹരി കേസിൽ ബിനീഷ് പ്രതിയല്ലെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിന്റെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. 2020 അറസ്റ്റിലായ ബിനീഷ് 1 വർഷത്തെ തടവിന് ശേഷം ജാമ്യം കിട്ടി. ഈ കേസിൽ ആദായ നികുതിയിലടക്കം പൊരുത്തക്കേടുകൾ ഇഡി കണ്ടെത്തിയിരുന്നു. ഇതിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യലെന്നാണ് വിവരം. കൊച്ചി വെണ്ണല സ്വദേശി അനൂപ് മുഹമ്മദ്, തിരുവല്ലാമല സ്വദേശി രജേഷ് രവീന്ദ്രൻ, കന്നഡ സീരിയൽ നടി ഡി അനിഖ എന്നിവരെ 2020 ലഹരിക്കേസിൽ NCB അറസ്റ്റ് ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നീളവെയാണ് ബിനീഷിലേക്കും അന്വേഷണം നീളുന്നത്. ബിനീഷിന്റെ കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കും പാർട്ടി സ്വീകരിക്കുന്നത്? പ്രത്യേകിച്ച് കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കൊടിയേരിക്കെതിരെ നേരത്തെയും അന്വേഷണങ്ങളും ജയിൽവാസവും ഒക്കെ വന്നപ്പോഴും തിരിഞ്ഞു നോക്കാത്ത CPM ഇനിയും ആ നിലപാട് തന്നെ ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ബിനീഷിനോടൊപ്പം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയും കേന്ദ്ര അന്വേഷണം നടക്കുന്നുണ്ട്. എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്നത്. അന്വേഷണം ഇത്ര താമസിക്കാൻ കാരണമെന്താണ് എന്ന കാര്യത്തിൽ കോടതിയുടെ നിലപാട് പുറത്തുവന്ന സാഹചര്യത്തിൽ വീണ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. അതിനിടയിലാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരിയെ ചോദ്യം ചെയ്യാൻ ഇഡി വിളിപ്പിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ മകളും കൊടിയേരിയുടെ മകനും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും പുറത്തു വരാനുണ്ട് എന്ന കേന്ദ്ര ഏജൻസികൾ പറയുമ്പോൾ അത് പലരുടെയും നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒന്ന് തന്നെയാണ്.